എൻ്റെ പേര് ബാഹുലീനാണ്. ധനുവച്ചൂർ സ്വദേശിയാണ്. ദേശീയ കായികതരം. ഒരു മരണ വാർത്തയാണ് പറയാൻ പോകുന്നത്. സെലീന അമ്മ 17-ാം തീയതി മരിക്കും. ദുരൂഹത ഉണ്ടെന്നാണ് പറയുന്നത്. 4 ദിവസം കഴിഞ്ഞാണ് മോൻ പാറശാല സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. മണിവിള പള്ളിയിലാണ് ഈ മൃതദേഹം അടക്കിയത്. നോക്കണം. അതിനുശേഷം RDO വന്നു. ഇന്നലെ എടുക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ എടുത്തില്ല. ഇന്ന് എടുക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളിപ്പോൾ നടക്കുന്നു. ഇതിനു മുമ്പേ സലീമ അമ്മ പാറശാല സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം എന്തായിട്ടുണ്ട്? പാറശാല സ്റ്റേഷൻ കാണുന്നുണ്ട്. ലൈഫാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്ന സത്യം പുറത്തുവിട്ടു. ഇതിനു മുമ്പേ 4-5 മരണം ധനുവച്ചൂരം പ്രദേശത്ത് നടന്നു. ഒരു പ്രതികളെയും പിടിച്ചതായിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ ആ നാട്ടിലുള്ളതാണ്. ഒരു ദേശീയ കായികതരമാണ്. എൻ്റെ അടുത്താണ് ഇവർ 3 കൊല്ലമായി അവിടെ വസ്തു വാങ്ങി താമസിക്കുന്നത്. സെലീന അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. ആശുപത്രിയിലാണ് ജോലി ഉള്ളത്. ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി ഉണ്ടായിരുന്നെന്ന് നമുക്ക് പറയാം. അങ്ങനെ സെലീന അമ്മ അങ്ങനെ താമസിച്ചു. കഴിഞ്ഞ ആഴ്ച 3.5 പവൻ്റെ മാല വാങ്ങിച്ചെന്ന് പറഞ്ഞിരുന്നു സെലീന അമ്മ. ആ 3.5 പവൻ്റെ മാല കാണാനില്ല. കിൽറ്റ് മാലയാണ് ഇപ്പോൾ കൊണ്ടിട്ടത്. 17-ാം തീയതിയാണ് കിൽറ്റ് മാല, ഒരു കിൽറ്റ് വളയും കൊണ്ടിട്ടത്. അപ്പോൾ ഈ മാലയും കിൽറ്റ് എവിടെ പോയെന്ന്, സ്വർണ്ണമാല എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. വീട്ടിനകത്ത് ഒരു ട്രങ്ക് പെട്ടി ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നു. ആ ട്രങ്ക് പെട്ടിയും കാണാനില്ലെന്ന് പറയും. ഈയിടെ തൊഴിലുറപ്പ് പദ്ധതിക്കാണ് ആൾക്കാർ പോകുന്നത്. രാവിലെ ആയ ഈ സ്ഥലത്ത്, ഈ വൈക്കം ഭാഗത്ത് പ്രദേശത്ത് ആളൊന്നുമില്ല. എല്ലാവരും തൊഴിലുറപ്പിന് പോകും. പിന്നെ വൈകുന്നേരമൊക്കെയാണ് സ്ത്രീകൾ എത്തുന്നത്. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. ഇതിൻ്റെ ഇടയിൽ തന്നെ NSS സ്കൂൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ വീട്ടിലെ, നമ്മളെ വീട്ടിൻ്റെ ഇപ്പുറത്തും ക്യാമറയുണ്ട്. അപ്പോൾ ഈ വ്യക്തി ആരാണ് ആ മോഷണത്തിന് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? 3-നും 4-നും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത്. ആൾ ഒന്നുമില്ലാത്ത സ്ഥലമാണെന്ന് നമുക്ക് പറയാം. നേരത്തെ പാറശാല പോലീസിൽ ഭയം ആയിട്ട് കേസ് കൊടുത്തെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്ന ഇവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ബാഗിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണം എൻ്റെ വാർത്ത അന്വേഷിക്കുന്നുണ്ട്. ഈ കേസിൽ അന്ന് അന്വേഷിച്ചിട്ടില്ലേ എന്ന് പറയും. അതിനുശേഷം 4-5 മരണം കുളത്തിലും ആ പ്രദേശത്തും നടന്നു. അതും ദുരൂഹതയുണ്ട്. ഇതുവരെ പ്രതികൾ വിലസുന്നു. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയും പുറത്തു കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരിലെ സ്ത്രീകൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കേസ് മോൻ കൊടുത്തു. പാറശാല പോലീസ് വീട്ടിലെത്തി. അന്വേഷണം തുടങ്ങി. അതിൽ ദുരൂഹതയുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട്. മരണത്തിൽ കുളിക്കാൻ എടുത്തപ്പോൾ തന്നെ, 17-ാം തീയതി എടുത്തപ്പോൾ തന്നെ ദേഹത്ത് മുറിവും ചതവും ഉണ്ടായിരുന്നു. കൈര ഭാഗത്തൊക്കെ ബ്ലഡ് ചത്ത് കിടക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അത് ഒരു സംശയമുണ്ട്. അതിനുശേഷം ഇത് പള്ളിയിലേക്ക് അടക്കുന്നു. പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞു. ഇനി അതിൻ്റെ വിവാദം വന്നു. ഇപ്പോൾ അന്വേഷണങ്ങൾ ഊർജിതമാക്കി. പോലീസ് കേസ് കൊടുത്തതോടെ അന്വേഷണങ്ങൾ ഊർജിതമാക്കി. ഇപ്പോഴും ഇരുട്ട് തപ്പുന്നുണ്ട്. ഈ പ്രതികൾ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കുന്നു. ഇവർ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നും പറയാം. അത് തന്നെ വയോധികയാണ്. ഒറ്റയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. ആ പരിസര പ്രദേശത്ത് പകൽ ആരും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. NS സ്കൂളിൻ്റെ ഇടവഴിയിൽ അടുത്ത് ഒരു 150 മീറ്ററിൻ്റെ അടുത്താണ് ഇവർ താമസിക്കുന്നത്. അവർ നമ്മളെ വീട്ടിലും വരും. അതും നമുക്കറിയാമായിരുന്നു. അങ്ങനെ വലിയ കാര്യമാണ് എല്ലാവരോടും. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പലിശയ്ക്ക് പൈസ എപ്പോഴും ഫോൺ വിളിക്കും. ആ ഡേറ്റ് ആകുമ്പോൾ അത് നമുക്കറിയാം. പൈസ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ആ വീട്ടിൽ താമസിക്കുന്ന ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് ആരെ അറിഞ്ഞുകൊണ്ടുള്ള സംശയം തട്ടിയതോണോ? എന്താണ് അന്വേഷണം? പാറശാല പോലീസ് കാണുന്നുണ്ടോ? ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. നേരത്തെ കൊടുത്ത കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടോ? ആ സ്ഥലത്ത് അന്വേഷണം ആരാണ് കൊടുത്തത്? അതിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് രീതികൾ? എന്താണ് ആശയങ്ങൾ? ഇപ്പോഴും നമ്മൾ ഇതിൽ ഇരുട്ട് തപ്പുന്നുണ്ടോ? എന്താണ് ഈ ചില രാഷ്ട്രീയക്കാരെ ഉണ്ടോ നിങ്ങൾ പോലീസ് പേടിക്കുന്നത്? പാറശാല സ്റ്റേഷൻ കാണുന്നുണ്ട്. പേടിക്കുന്നുണ്ടോ? ആരാണ് ഇതിനു മുമ്പേ 4-5 കൊലപാതകം നടന്ന സ്ഥലങ്ങളാണ് ആ പ്രദേശത്ത് തന്നെ. ഇതിലുള്ള ഒരു പ്രതികളെ പോലും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. സത്യം പുറത്തു വരണം. ആരായെന്നാൽ ഏവൻ ചെയ്താലും ഇത് പുറത്തു വരണം. ഇനിയുള്ള സ്ത്രീകൾക്ക് പേടിയായി സ്വപ്നമായിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത്. ഇനി സ്ത്രീകൾക്ക് ഇനി പേടി സ്വപ്നം ഉണ്ടാവല്ല.
നമ്മളെ സ്റ്റേഷൻ അന്വേഷിച്ചിട്ടും ഇവിടെയൊക്കെ എത്തി എത്ര പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നമ്മളിനി മനസ്സിലാക്കുന്നു. ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? അവിടെ വരുന്ന ആരാണ്? അവിടെ പോകുന്ന ആരാണ്? ആ വഴിയിലേക്ക് രാവിലെ എത്തുന്ന ആരാണ്? ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണ്ടേ? നമ്മളൊരു സ്ഥലത്തൊരു കൊലപാതകം നടന്നതല്ല, സലീന എന്ന് പറയുന്ന അമ്മയുടെ കൊലപാതകം നടന്നിട്ട് ഈ പ്രതികൾ ആരെന്ന് പോലും ഇതുവരെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും എന്നും ബോഡി എടുക്കുന്നുണ്ട്, കരയിലേക്ക് എടുക്കും, കലക്ടർ വന്നില്ല, ഇങ്ങനെ പറയുന്നില്ല. ഇതൊരു ബോഡി പുറത്തേക്ക് എടുക്കുന്നില്ല. എങ്ങനെ മരിച്ചെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ, നമുക്കും പറയാൻ പറ്റത്തുള്ളൂ. ഇതെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ദേഹത്ത് തന്നെ മുറിവും ചതവും ഉണ്ട്. കുളിപ്പിക്കാൻ എടുത്തപ്പോൾ 17-ാം തീയതി അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തേക്ക് ഈ പ്രതികളെ കണ്ടെത്താൻ മതി. എന്തോ അതിനൊക്കെ ഇപ്പുറത്ത് സ്കൂൾ ക്യാമറയുണ്ട്, അതിൻ്റെ ഇപ്പുറത്തെ വഴിയിൽ റോട്ടിൽ പോകുമ്പോൾ ക്യാമറയുണ്ട്. ഈ ക്യാമറകൾ അന്നത്തെ ദിവസം നോക്കിയാൽ മതിയല്ലോ. ആരാണ് ഈ മൊബൈൽ ടവർ നോക്കുമ്പോൾ ആ സമയത്ത് വന്ന മൊബൈൽ ആരാണ്, അവിടെ ഉണ്ടായിരുന്ന ആരാണ്, ഇതെല്ലാം നോക്കിയ ഉടനെ ഈ പ്രതികളെ പിടിക്കാനേ ഉള്ളൂ. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയം അന്വേഷണം വീണ്ടും നമ്മൾ തുടരുന്നുണ്ട്. 2ാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ഇവർ പരാതി എന്തായി, ഇവർ എവിടെയൊക്കെ വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് നമ്മളിവിടെ രീതികൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നുണ്ട്. ഇനി ഈ സത്യം പുറത്തു കൊണ്ടുവരുന്നവർ ഞങ്ങളും വാർത്ത നൽകുന്നതാണ്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ. അതിൻ്റെ നമുക്ക് ഒരു കാര്യം കൂടി കാണിക്കാം. ഇന്ന് അവരെ ഫോട്ടോ വന്നിട്ടുണ്ട്, ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ആറ്റിങ്ങൽ എഡിഷനിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. സലീന അമ്മയുടെ ഫോട്ടോയാണ്. ദുരൂഹതയുണ്ടെന്ന് തന്നെ അതിൽ എഴുതിക്കുന്നുണ്ട്. വയോധികയുടെ മരണം ദുരൂഹതയുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അതിന് നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദേശാഭിമാനിയിലാണ് വന്നിരിക്കുന്നത്.